ഇന്നത്തെ ഈ കേരള ബജറ്റിൽ പൂക്കി എന്ന എല്ലാവരും വിളിക്കുന്ന മുഖ്യമന്ത്രി ഏതായാലും പൂക്കികളുടെ പ്രധാനപ്പെട്ട ഒരു മേഖല സിനിമയ്ക്ക് വളരെ ഉദാരമായ രീതിയിൽ സഹായം നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇപ്പം നേരത്തെ പല സംസ്ഥാന ബജറ്റിൽ സിനിമയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദാനം പറഞ്ഞു പോകുന്ന ആളല്ലാതെ സിനിമയ്ക്ക് വലിയ പ്രസക്തി ഒന്നും അവർ കൊടുക്കാറില്ലായിരുന്നു. ഏതായാലും ഇത്തവണ സമഗ്രമാണ് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സതീശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സലിം കുമാർ. അതെ, പറവൂരുകാരനായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളായിരുന്നു. അപ്പോൾ ഈ സതീശന് ഏറ്റവും വലിയ സൗഹൃദമുള്ള ആൾ എന്നുള്ള നിലയിൽ സലീം കുമാറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ സലീം കുമാറിന് മാത്രമായിട്ട് നിർമ്മിച്ചു കഴിയുമ്പോൾ അതൊരു സ്വജനപക്ഷം ആയി പോകുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സിനിമാ മേഖല സമഗ്രമായിട്ടങ്ങ് സഹായിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് അങ്ങനെ ആവണം എന്നാണ് എനിക്ക്. അതെ അതെ, കാരണം മാത്രമല്ല സിനിമയെ ഒരു വ്യവസായം പ്രഖ്യാപിച്ചു. ഇത് വളരെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് സിനിമാക്കാരുടെ. ഇത് വ്യവസായമായി പ്രഖ്യാപിക്കണം. സിനിമ വ്യവസായമാണല്ലോ. ഇവിടെ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൊടിയും പിടിച്ച് CPM-ന്റെ പുറകെ നടന്നിട്ടും ഇവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ഇങ്ങനൊരു സംഭവം നടന്നില്ല. ഇവിടെ മാർക്ക് ടൈം, FK, അമ്മ എല്ലാം ഉണ്ട്, അമ്മയും അച്ഛനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ല. പക്ഷേ ഇത് വളരെ അതാണ് നമ്മൾ ആദ്യമേ പറയുന്നത്, മറ്റ് ചർച്ചകളിലും പറഞ്ഞു, എല്ലാ മേഖലകളെയും തൊട്ട സമഗ്രമായ ഒരു ബജറ്റ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബജറ്റാണ്. ഉപരിതലത്തിൽ സ്പർശിച്ചു പോകുന്ന ഒന്നല്ല. ഇപ്പം ഇത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ദാനിയേൽ വിഗതകുമാരൻ അല്ലേ, വിഗതകുമാരന്റെ സംവിധായകൻ, സംവിധായകനുമായിട്ട് JC ദാനിയേൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കുകയാണ്. ചിത്രനഗരം എന്നാണ് അതിന്റെ പേര്. കൊച്ചിയിൽ ചിത്രനഗരം എന്ന് പറയുമ്പോൾ നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റി പോലെ അതിൻ്റെ ഒരു മിനി പതിപ്പാവും ഇതെന്നാണ് ഇതിൻ്റെ പദ്ധതി കണ്ടിട്ട് നമുക്ക് മനസ്സിലായത്. അതായത് സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആൻറ്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ JC ദാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. 100 കോടി രൂപ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം എന്താണ്, ഇവിടെ ആയിരിക്കും ഇനി സ്ഥിരം വേദി IFFK സാധാരണ എത്ര സ്ക്രീനാണ് ഉള്ളത്? തിരുവനന്തപുരത്ത് ഒരുപാട് തിയേറ്ററുകളുണ്ടല്ലോ. കൈരളി, ശ്രീ, അങ്ങനെ എല്ലാ തിയേറ്ററുകളും. തിരുവനന്തപുരത്ത് കുറെ തിയേറ്ററുകൾ ഇപ്പോൾ റെനോവേഷനിലാണ്. എങ്കിൽ പോലും അപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനും കൂടെ ഉള്ളത്, കൊച്ചിയിലൊക്കെ തുടങ്ങുന്ന നല്ല കാര്യമാണ്. JC ദാനിയേലിന് എൻ്റെ പേരിൽ തന്നെ വേണം, ഇത്രയും സ്ഥലം ഏറ്റെടുത്ത് ഇത്രയും വലിയ ബൃഹത്തായ പദ്ധതിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. കാരണം ആദ്യത്തെ തിരുവനന്തപുരത്തെ സർക്കാർ മേഖലയിലുള്ള ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലിയാണ്. അതിവിശാലമാണ്. എത്ര ഏക്കർ സ്ഥലമുണ്ട്, അവിടെ എല്ലാ സംവിധാനമുണ്ട്. എത്രയോ മലയാള സിനിമകൾ പണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. അത് എന്തുകൊണ്ട് ഇതിൽ പരാമർശിച്ചില്ല എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. രണ്ട്, ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരത്തായുള്ളൊരു കാര്യം, ഇത്രയും തിയേറ്ററുകളുണ്ട്, എല്ലായിടത്തും ഓടിപ്പോയി ആൾക്ക് കാണാം. മറ്റു പല നഗരങ്ങളിൽ ഈ പ്രശ്നം അല്ല. ഇതിപ്പോൾ ഈ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇത് ഇന്റർനാഷണൽ ഫിലിം സിറ്റിയിൽ സ്ക്രീനുകൾ വരും. സ്ക്രീനുകൾ വന്നുകൊണ്ട്, അതായത് ഒരൊറ്റ കോംപ്ലക്സിനുള്ളിൽ ഇത്ര സ്ക്രീനുകൾ വരും. ആ സ്ക്രീനുകളിൽ അല്ലാത്തപ്പോൾ മറ്റ് സിനിമകളും പ്രദർശിപ്പിക്കും. ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ അവരുടെ സ്ക്രീൻ, അത് വളരെ നല്ലൊരു ആശയമാണ്. ഇതേ ഒരു ആശയം ഞാൻ കണ്ടത് എവിടെയാണെന്ന് അറിയോ? പത്തനംതിട്ടയിലാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പത്തനംതിട്ടയിലെ കഴിഞ്ഞ തവണത്തെ നഗരസഭാ ചെയർമാനായിട്ടുള്ള അദ്ദേഹം T സക്കീർ ഹുസൈൻ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ബജറ്റിൽ, ഇപ്പോൾ ഇത്തവണത്തെ ഈ ബജറ്റിൽ, ഈ ഫെബ്രുവരി നടന്ന ബജറ്റിൽ അദ്ദേഹം ഒരു സിനിമാ കോംപ്ലക്സ് നഗരസഭയുടെ ഇതായിട്ട് സ്ഥാപിക്കുന്നതാണ്. അതായത് 4 സ്ക്രീനുള്ള ഒരു സിനിമാ കോംപ്ലക്സ്. അപ്പോൾ എന്താണ്, ഞങ്ങളവിടെ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി വെച്ചിരുന്നു. അത് ഇത്തവണ പക്ഷേ ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഭരണസമിതിയെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം ഈ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവരെ കൊണ്ട് നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി പ്രൊജക്റ്റ് നമ്മൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹം ഇതുപോലൊരു സംഭവം കൊണ്ടുവന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ഒരു കെട്ടിടത്തിൽ, ഒരു മാൾ പോലെ, സിനിമാ മാൾ, അതാണ് ഉദ്ദേശിച്ചത്. അവിടെ എല്ലാവിധ സാധനങ്ങളും, റിസർച്ച്, മറ്റു കാര്യങ്ങൾ, അതായത് ലൈബ്രറികൾ, എല്ലാവിധ കാര്യങ്ങളുമുണ്ട്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ഈ JC ദാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി 100 കോടി രൂപ വകയിരുത്തിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം കൂടെ ഒരു കുടക്കയില്ല. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇതൊരു ടൗൺഷിപ്പ് പോലെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ജോൺസൺ മാഷ് നമ്മുടെ മലയാളിക്ക് ഇല്ല, അത് വരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നാലെ വരുന്നു. പിന്നെ അടുത്ത സീനിയോറിറ്റി കൊടുത്തിരിക്കുന്ന MT വാസുദേവൻ നായർ. അത് ആദ്യം പറയണം നമ്മൾ. അതാണ് ഈ JC ദാനിയേൽ മലയാള സിനിമയുടെ പിതാവാണെങ്കിൽ, ഈ മലയാള സിനിമയെ ഇത്രയും ബൃഹത്താക്കിയതും ലോകശ്രദ്ധ ആകർഷിക്കാനും കാരണമായ ഒരാളാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക് കോഴിക്കോട്.
കോഴിക്കോട് സ്ഥാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകളൊക്കെ അക്കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സർക്കാർ തീരുമാനം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? കഥകളി, കൂത്ത്, തുള്ളൽ, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, മാർഗംകളി, അയിനിപ്പാട്ട്, ഗോത്ര കലാരൂപങ്ങൾ എന്നിവ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും ഈ കൾച്ചറൽ പാർക്കിൽ. ജെൻസി കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളും പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ ഇതിനകത്ത് വരുന്നതാണ് സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം. വളരെ നവീനമായ ആശയമാണ്. നമുക്ക് ആകാശവാണിയുടെ കയ്യിലിരിക്കുന്ന ആർക്കൈവ്സ് ഉപയോഗിച്ചാൽ ശബ്ദശേഖരം ഭയങ്കരമാണ്. കാരണം എത്രയോ രാവിലെ നമ്മൾ റേഡിയോ വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എത്രയോ കൊല്ലം മുമ്പ്, അതായത് 1960 70 ഒക്കെ ശബ്ദശേഖരം അവരുടെ കയ്യിലുണ്ട്. പിന്നെ കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കാനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ, ഡോർമെറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാ സാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി മാറി. ഇതിനായി 50 കോടി രൂപ വകയിരുന്നു. ഒട്ടും മോശമുള്ള ഒരു കാര്യമല്ല, അതൊരു ഗംഭീരമാണ്. 50 കോടി രൂപ കൂടുതൽ പണം പിന്നീട് ആവശ്യമായി വരുമായിരിക്കും. അതായത് കൊച്ചിയിലെ ചിത്രനഗരം എന്താണോ അത് തന്നെയാണ് കൾച്ചറൽ പാർക്ക് കോഴിക്കോട്. ഇനി അടുത്തത് തൃശ്ശൂരുകാർക്ക് പിന്നെ നമുക്കറിയാം സാംസ്കാരിക തലസ്ഥാനം എന്നാണ് പറയുന്നത്. തൃശ്ശൂരുകാർക്ക് ഇല്ലാത്തൊന്നുമില്ല. റീജിയണൽ തിയേറ്ററും മറ്റേ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും മിടുക്കനായ സംഗീത സംവിധായകൻ ജോൺസൺ. കാരണം സംഗീതം അദ്ദേഹത്തിൻ്റെ കൈ വെറുതെ ഒരു ഗിറ്റാറിൽ വെച്ചാൽ പോലും അതൊരു വലിയ ഒരു സംഗീത പ്രപഞ്ചം തീർക്കുന്ന ആളായിരുന്നു. 5 കോടി രൂപ ജോൺസൺ മ്യൂസിക് അക്കാദമിക്കായിട്ട് മാറ്റിവെച്ചു. അത് ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഇത് കൂടാതെ സലിം കുമാറിന് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാർക്ക് ഇതുവരെ തോന്നുന്ന കാര്യം, പക്ക ഇടതുപക്ഷക്കാരൻ പാർട്ടി പ്രവർത്തകനായിരുന്ന ഉമ്പായിക്ക് വേണ്ടി മ്യൂസിക് അക്കാദമി എവിടെ? കൊച്ചിയിൽ. ഇത്രയും കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? ഈ ബജറ്റ് തൊടാത്ത മേഖലകളില്ല, എല്ലാ മേഖലയും സ്പർശിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം നേരിട്ടാണ് ബജറ്റ് തയ്യാറാക്കിയത്. ഈ ബജറ്റ് തയ്യാറാക്കുന്നിടത്ത് ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അവസാനത്തെ 3-4 ദിവസം അദ്ദേഹം സന്ദർശകരെ ഒഴിവാക്കി. ഈ ബജറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഇത് വളരെ മികച്ച ഒരു ബജറ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സത്യ വാക്കുകളില്ല. ഇങ്ങനെ ഒരു ബജറ്റ് ഇത് നമുക്കിപ്പോൾ തീർത്തും അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാമ്പത്തിക വിദഗ്ധരൊന്നും അല്ല. നമ്മൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്, നികുതി കുറച്ചതും വരുമാനം കൂട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ പറയുന്നത്, പദ്ധതികളാണ് പറയുന്നത്. സാധാരണക്കാരെ ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ സാമ്പത്തിക വിദഗ്ധനല്ല, അല്ല. നമുക്ക് സാമ്പത്തിക വിദഗ്ധൻ നമ്മൾ പറയുന്ന മുഴുവൻ അബദ്ധവും തെറ്റുകളുമായിരിക്കും. നമ്മൾ ആ മേഖലയിലോട്ട് കടന്നിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോകാന്നുള്ളൂ. നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പദ്ധതികളുണ്ടല്ലോ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷം മുഖ്യമന്ത്രിയോട് ചോദിക്കാം, അടുത്ത ബജറ്റ് ചോദിക്കും, നിങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ഇന്ന പദ്ധതി പറഞ്ഞില്ലേ, അതെന്തായി എന്ന് നമുക്ക് ചോദിക്കാം. തുടങ്ങി വെച്ചാലും ചോദിക്കാമല്ലോ. അതെ. അപ്പം അതാണ് നമ്മളുടെ മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം വി.ഡി. സതീശൻ, അച്യുതമേനോനൊക്കെ പോലെ തന്നെ വളരെ അക്കാഡമിക് തലത്തിൽ നീങ്ങുന്ന ഒരാളാണ്. അതെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലോകമെമ്പാടുമുള്ള മലയാളികളായ എത്രയോ മലയാളി അല്ലാത്തവരുമായ സാങ്കേതിക വിദഗ്ധന്മാർ എല്ലാ മേഖലയിലും ഉണ്ട്. അവരുടെയൊക്കെ സഹായം തേടാം. അവർ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കും. അതല്ലാതെ അവരവിടെ പിടിച്ചൊന്നും മലയാ സാരാവെ കൊണ്ടുവന്ന് കലാമണ്ഡലത്തിൽ പ്രദർശിച്ച പോലെ അല്ല. ഇപ്പൊ പറഞ്ഞില്ല, പൈസ കൊടുത്ത് മുടിയാണെന്ന് അവരെ ചെലവിന് കൊടുത്തിട്ട് അവർക്ക് എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. ഇല്ല, അവരൊന്നും ചെയ്തില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട മലയാ സാരാവെ മോശക്കാരല്ല, അവർ വലിയ ആൾ തന്നെയാണ്. പക്ഷെ എന്താണ് അവർ കൊണ്ട് തിരുത്തിയെന്ന് നമുക്ക് മനസ്സിലായില്ല. അവരൊരു പദവിയിൽ ഇരിക്കുന്നു, അതിന് ശമ്പളം മേടിച്ചു പോകുന്നു, അത്രയല്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല. കലാമണ്ഡലത്തിലെ അവസ്ഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ, ഈ കൾച്ചറൽ മേഖല, സിനിമ ഇതേക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇതിൻ്റെ ഭരണസമിതി ഇതിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ സർക്കാർ വളരെ സൂക്ഷിക്കണം. അതല്ലെങ്കിൽ ഇനിയൊരു കാലത്ത് LDF ഭരിക്കാൻ വരുന്ന സമയത്ത് ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ നാട്ടിലെ സകല ഫ്രോഡുകളെയും കയറ്റിയിരുത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വിളയാട്ടം നടത്തും. എന്തായാലും നമ്മുടെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നു. വലിയൊരു മാതൃക തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. കാരണം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ചിക്കൻ 40 രൂപയ്ക്ക് തരുമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നടപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ബജറ്റിലൂടെ വി.ഡി. സതീശൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഭരണത്തിൽ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അതിന് തയ്യാറാക്കിയ ഒരു ബജറ്റാണെങ്കിൽ പോലും അതായത് അതിനൊരു ബജറ്റ് പരിമിതി ബജറ്റിന്റെ തുടർച്ചയാണ് അത്രേ നവീകരിച്ച ബജറ്റാണ്. അത്രേ അതല്ലേ, അത്രയേ ഉള്ളൂ. എന്തായാലും സതീശ സർക്കാർ ബാക്കി ഈ ബജറ്റുകളിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം.